ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് റവ കൊണ്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസത്തിൻ്റെ റെസിപ്പിയാണ്. അതുപോലെ തന്നെ വളരെ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു പായസം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 1/4 കപ്പ് റവയാണ് എടുത്തിരിക്കുന്നത്. റവ വറുത്തതോ വറുക്കാത്തതോ ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഞാനിവിടെ വറുക്കാത്ത റവയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കൊരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് കുറച്ച് കാഷ്നട്ട് ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കാഷ്നട്ട് നമുക്ക് എത്രത്തോളം വേണോ അതനുസരിച്ച് എടുക്കാം കേട്ടോ. പിന്നെ ഉണക്കമുന്തിരി കയ്യിലുണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ കാഷ്നട്ട് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇതിപ്പോൾ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. ഇനി ഇതേ നെയ്യിലേക്ക് തന്നെ നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന 1/4 കപ്പ് റവ ഇട്ട് കൊടുക്കാം. എന്നിട്ട് തീ ലോ ഫ്ലെയിമിലോട്ട് ആക്കിയതിന് ശേഷം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് റോസ്റ്റ് ചെയ്തെടുക്കാം. ഏകദേശം ഒരു 1.5 മിനിറ്റോളം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇതിപ്പോൾ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് കൈവിടാതെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുമ്പോഴേക്കും റവ നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ ഈ ടൈമിൽ തീ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചേക്കണം കേട്ടോ. ഇപ്പോൾ ഇതിലെ വെള്ളമൊക്കെ വറ്റിയിട്ട് റവ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 ലിറ്റർ പാലൊഴിച്ചു കൊടുക്കാം. പാല് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ റവ വേവിച്ചെടുത്തത് കൊണ്ട് തന്നെ കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒട്ടും കട്ടകളില്ലാതെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കതിലേക്ക് മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് 1/3 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് എത്രത്തോളം മധുരം വേണോ അതനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇപ്പോൾ പാലൊക്കെ ഒന്ന് തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്കതിലേക്ക് ഒരു നുള്ള് കുങ്കുമപ്പൂ ചേർത്ത് കൊടുക്കാം. ഇത് നമ്മുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇതൊന്നും കൂടി കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരുന്ന കാഷ്നട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് അവസാനമായിട്ട് ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസമാണ് കേട്ടോ ഇത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് മറക്കാതെ കമൻസിൽ അറിയിക്കണം. അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.